ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പ്രസംഗം നടത്തി. പോകുന്ന വഴിക്ക് വാക്കൗട്ട് പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ഈ ഫിനാൻസ് ബില്ലിലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഒളിച്ചാണ് കടത്തിയത്. അതുകൊണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെ ഒരു ഫിനാൻസ് ബില്ല് വരും, അതിൻ്റെ അകത്ത് ഇതുണ്ടാവുമെന്ന്. സർ, എന്നാണ് സർ ബജറ്റ് അവതരിപ്പിച്ചത്? ബജറ്റ് 19/6/2026 അല്ലേ? ഈ മാസം 19-ാം തീയതി. ആ ബജറ്റിലാണ് ഈ നികുതി നിർദ്ദേശം വരുന്നത്. ആ ബജറ്റിലാണ് നികുതി നിർദ്ദേശം വരുന്നത്. സർ, എന്നാണ് BSE കൂടുന്നത്? 23/6-നാണ് BSE കൂടുന്നത്. അപ്പൊ BSE കൂടി ഫിനാൻസ് ബില്ലിന്റെ കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഫിനാൻസ് ബില്ലിൽ ബജറ്റിലെ നികുതി നിർദ്ദേശം വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ്? ആണോ? ബജറ്റിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകളും നികുതി നിർദ്ദേശങ്ങളും ഫിനാൻസ് ബില്ലിൽ വരും എന്നറിയാത്ത ഒരാളാണോ 10 വർഷം കേരളം ഭരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ട് ഒളിച്ചു കടത്തിയെന്ന് ഈ ഫിനാൻസ് ബില്ലിൽ ഈ വിഷയം ഫിനാൻസ് ബില്ലിൽ ഒളിച്ചു കടത്തിയതല്ല, ബജറ്റിൽ അവതരിപ്പിച്ചാണ് ടാക്സ് നിർദ്ദേശം. ഞാൻ അതിന്റെ സാഹചര്യങ്ങൾ ബജറ്റിന്റെ സമാപന പ്രസംഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു. സാർ, ഇത് വെച്ചിട്ട് ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യും. ബിയറിനൊരു കാറ്റഗറി ഉണ്ട്, വൈനിനൊരു കാറ്റഗറി ഉണ്ട്, 400 രൂപയ്ക്ക് കൂടുതലുള്ള മദ്യത്തിന് ഒരു കാറ്റഗറി ഉണ്ട്, അതിന് താഴെയുള്ള മദ്യത്തിന് ഓരോ കാറ്റഗറി ഉണ്ട്. ഈ ഓരോ കാറ്റഗറിക്കും ടാക്സ് ഉണ്ട്, ഓരോ കാറ്റഗറിക്കും. അത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ കാറ്റഗറിക്ക് ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സ് ആണ് ഈ ബജറ്റിലൂടെ ഗവൺമെന്റ് ചെയ്തത്. അത് അവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത് ഫയലുകളിൽ ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള നികുതി വേണമെന്നാണ്. നമ്മളത് ചെയ്തില്ല. 0.5 തൊട്ട് 10 വരെയുള്ളതിന് ബിയറിനേക്കാൾ വൈനിനേക്കാൾ ഉയർന്ന ടാക്സ് ഈടാക്കി 120%. എന്നിട്ട് 10% മുതൽ 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%. ഞങ്ങളത് പരിശോധിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഏറ്റവും ഉയർന്ന റേറ്റ് ആണ് കേരളത്തിൽ. ഏറ്റവും ഉയർന്ന റേറ്റ് കേരളത്തിൽ. പിന്നെ കർണാടക ഗവൺമെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി സിദ്ധരാമയ്യ ഗവൺമെന്റ് അത് നടപ്പാക്കി. അതിലവർ WHO കോട്ട് ചെയ്തു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വലിയൊരു ഡോക്യുമെന്റാണ്. ആ വലിയ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോഗത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഹാർഡ് ലിക്കർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഒരുപാട് രോഗങ്ങൾ. എന്നിട്ട് അവർ പറയുന്നത്, അവരുടെ സ്ട്രാറ്റജി, അവരെല്ലാ മദ്യനിർമ്മാണ കമ്പനികളോടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, നിങ്ങൾ ഹാർഡ് ലിക്കർ അത് കുറച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ മുഴുവൻ ആൽക്കഹോളിക് കണ്ടന്റ് കുറവായ മദ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ലോകം രോഗാതുരമാവും, അപകടമാണ് എന്ന് പറയാണ്. ആ WHO റിപ്പോർട്ട്, ഗ്ലോബൽ സ്ട്രാറ്റജി, അത് കോട്ട് ചെയ്തുകൊണ്ടാണ് കർണാടക ഗവൺമെന്റ് അത് ഉത്തരവിറക്കിയത്. അതിനുശേഷം അവർ മുഴുവൻ ടാക്സ് റീസ്ട്രക്ചർ ചെയ്തു. ഒരു 3 മാസം മുമ്പ് സിദ്ധരാമയ്യ ഗവൺമെന്റ് വീര്യം കുറഞ്ഞ ആൽക്കഹോളിക് കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സ്, അവർ ബിയറിന്റെ കുറച്ചു, വൈനിന്റെ കുറച്ചു, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കുറച്ചു, എന്നിട്ട് ഹാർഡ് ലിക്കറിന്റെ ടാക്സ് കൂട്ടി. ഇതൊരു ഇതാണ്. ഇപ്പൊ ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഈ കാറ്റഗറിക്ക് ഞങ്ങൾ ടാക്സ് വെച്ചു. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ തന്നെ ഇത് വിൽപ്പന വരും എന്ന് പറയുന്നതിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നാണ് 5 കൊല്ലക്കാലം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ വിൽപ്പന. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ആണ് മോണോപ്പൊളി. എന്തിന്റെ? ഹോൾസെയിൽ മോണോപ്പൊളിയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ കേരളത്തിൽ ഒരു ഏജൻസിക്കും ഇത് വിൽക്കാൻ പറ്റില്ല. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക്, ബിവറേജിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ലിക്കറും ബാറുകളിലേക്ക്, സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്ന ലിക്കറും പർച്ചേസ് ചെയ്യുന്നത് എവിടെന്നാ? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ബിവറേജ് കോർപ്പറേഷന്റെ.
ബിവറേജ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ UDF സർക്കാരിന്റെ തീരുമാനത്തിന്റെ UDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല, ഇത് കൊടുക്കൂല, തീർന്നില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിയമപരമായി ബാധ്യത വരും, അതുവരെ ഒന്നുമില്ല. വിൽക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വിൽക്കാം. നാളെ KSBC തീരുമാനിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ് ബിയർ വിൽക്കണ്ട കേരളത്തിൽ, അല്ലെങ്കിൽ വൈൻ വിൽക്കണ്ട കേരളത്തിൽ. വൈൻ വിൽക്കില്ല, പറ്റില്ല. വീട്ടിലാളുകൾ വൈൻ ഉണ്ടാക്കി വിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ചെയ്യില്ല. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ ആളുകൾ കൂടി എൻ്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്.